ജീവിതശൈലി രോഗങ്ങൾ, എസ്പെഷ്യലി ഡയബറ്റിസ്, ഫാറ്റി ലിവർ, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക്, ഹൃദ്രോഗം, എൻഡോമെട്രിയോസിസ്, യൂട്രൈൻ ഫൈബ്രോയിഡ്, അങ്ങനെ പല രീതിയിലുള്ള മെറ്റബോളിക് ആൻഡ് ജീവിതശൈലി രോഗങ്ങൾ എല്ലാവരുടെ ഇടയിലും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഓരോ വ്യക്തിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ആ വ്യക്തികൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഒരു വെയിറ്റ് കൂടിയിട്ടായിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ടുകളില്ലാത്ത ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് പേഷ്യൻസ്, എന്നെ കൺസൾട്ടേഷൻ എടുക്കുന്ന പേഷ്യൻസ് ആയാലും അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഡോക്ടർ ഒരു ഡയറ്റ് പ്ലാൻ, അല്ലെങ്കിൽ എന്ത് ഫുഡ് കഴിക്കണം ഒന്ന് ഹെൽത്തി ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, അങ്ങനത്തെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. എത്ര അളവിൽ വെള്ളം കുടിക്കണം ചോദിക്കും. ഇപ്പം ശരീരത്തിൽ നീര് കൂടിയിട്ടുള്ള ആളുകൾക്കൊക്കെ ചോദിക്കാറുണ്ട്, എത്ര അളവിൽ നമ്മൾ വെള്ളം കുടിക്കണം, ഈ കണ്ടീഷൻസ് ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇലക്കറികൾ ഏതൊക്കെ കണ്ടീഷൻസിനാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലാൻ നോക്കുക, അതായത് നിങ്ങളെ കണ്ടീഷൻസ് നോക്കിയിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടുവരണം. അത് നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യുക. ഇന്നത്തെ ഒരു വീഡിയോസ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ എന്താണ് ഒന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യൂൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ ഇതെല്ലാവരും കേൾക്കുന്ന ഒന്നാണ്. നമ്മളിപ്പം സോഷ്യൽ മീഡിയാസൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡയറ്റ് പ്ലാൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ ബാലൻസ് ഡയറ്റ് പ്ലാൻ കൊണ്ടുവരണം എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഈ ഡയറ്റ് പ്ലാൻ, അല്ലെങ്കിൽ എന്താണ് ഈ ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ എന്ന് ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഓരോ കണ്ടീഷൻസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഡയബറ്റിസ് രോഗികൾക്ക് ഉള്ള ഡയറ്റ് പ്ലാൻ ആയിരിക്കില്ല ഒരു ഫാറ്റി ലിവറുള്ള രോഗികൾക്ക്, അതേ ഡയറ്റ് പ്ലാൻ ആയിരിക്കില്ല ഒരു PCOD ഉള്ള രോഗികൾക്ക്. അപ്പോൾ ഓരോ അസുഖത്തിനും ഓരോ രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസ് നമ്മൾ ഫോക്കസ് ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, തൈറോയ്ഡ് രോഗികൾക്ക് പാല്, അതേപോലെ തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. നിങ്ങളിപ്പം ഡയബറ്റിസ് രോഗികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പാലെടുക്കാം, അത് പാട മാറ്റിയിട്ടുള്ള പാലെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കൊഴുപ്പ് മാറ്റിയിട്ടുള്ള പാലെടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാം. അതാണ് ഓരോ കണ്ടീഷനനുസരിച്ച് അത് വ്യത്യസ്ത രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസ് ആയിരിക്കും കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഡയറ്റ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, ഫൈബേഴ്സ്, ഈ പറഞ്ഞിട്ടുള്ള 4 വിഭവങ്ങൾ അല്ലെങ്കിൽ 4 ഐറ്റംസ് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരണം. കാർബോഹൈഡ്രേറ്റ്സ് പറയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു എനർജി ലെവൽ അല്ലെങ്കിൽ എനർജി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്. കോശങ്ങൾക്കും മറ്റു പല ഏരിയാസിലേക്കും എനർജി എത്തിക്കണമെങ്കിൽ കാർബ്സ് അത്യാവശ്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഒരു അളവ് എന്ന് പറയുന്നത് അളവിൽ കൂടുതലാണ്. ഇപ്പം ഒരു പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ, പ്ലേറ്റിനെ നമ്മൾ 2 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/4 റൈസ് ആയിരിക്കും, ബാക്കി 1/4 മാത്രമായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസും ഫാറ്റ്സും ഫൈബേഴ്സും ഒക്കെ ഉള്ളത്. പക്ഷേ നമ്മളതിനെ നേരെ ഒന്ന് റിവേഴ്സ് ചെയ്യുക, ഒരു 1/4 റൈസ് കഴിക്കുക, ബാക്കി 3/4 മറ്റുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തണം. ഇങ്ങനെയായിരിക്കണം ഒരു കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഇൻടേക്ക്. ഏകദേശം ഒരു 30 to 40% മാത്രമായിരിക്കണം കാർബ്സിൻ്റെ ഇൻടേക്ക് വരേണ്ടത്. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് പ്രോട്ടീൻസ് ആണ്. മസിൽ ബിൽഡ് ചെയ്യാനും ഹെയറിനും സ്കിന്നിനും എല്ലാത്തിനും പ്രോട്ടീൻസ് ആവശ്യമാണ്. പ്രോട്ടീൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 20% മാത്രമാണ്. അപ്പോൾ 40 + 20 60% ആയി. ഇനി റിമൈനിങ് 40% കൂടി വേണം. അതിൽ നിങ്ങൾക്ക് ഫൈബേഴ്സും ഹെൽത്തി ഫാറ്റ്സും ഉൾപ്പെടുത്താവുന്നതാണ്. കാർബോഹൈഡ്രേറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോട്ടീൻസ് കഴിക്കാം, കാർബ്സിനോട് കമ്പൈൻ ചെയ്ത് പ്രോട്ടീൻസ് കഴിക്കാം. അതായത് നിങ്ങളിപ്പോൾ റൈസ് കഴിക്കുകയാണെങ്കിൽ ബ്രൗൺ റൈസ് എടുക്കുക, അതിൽ അത്യാവശ്യം കാർബ്സും ഉണ്ട്, അതേപോലെ തന്നെ പ്രോട്ടീൻസും ഉണ്ട്. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ ഇൻ ദ സെൻസ്, നിങ്ങൾക്ക് ഇപ്പോൾ തോരൻ കഴിക്കാം, പയറുവർഗ്ഗങ്ങൾ കഴിക്കാം, അത്യാവശ്യം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്, വെജിറ്റബിൾ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ബീൻസ് കഴിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. ഇനിയിപ്പോൾ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് മുട്ട കഴിക്കാം, മീൻ കഴിക്കാവുന്നതാണ്, മീറ്റ് ഐറ്റംസ് ഒക്കെ കഴിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ കൊണ്ടുവരിക, അതായത് കാർബ്സ് ആൻഡ് പ്രോട്ടീൻ. ഇനി നിങ്ങൾക്ക് കാർബ്സും ഹെൽത്തി ഫാറ്റ്സും എടുക്കാം. ഫാറ്റ്സ് ആവശ്യമാണ്, പക്ഷേ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുമ്പോഴാണ് അത് പിന്നെയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്. ഹെൽത്തി ഫാറ്റ്സ് മീൻസ് നിങ്ങൾക്ക് ഇപ്പം മുട്ട കഴിക്കാവുന്നതാണ്, omega-3 അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങളൊക്കെ കഴിക്കാം, മറ്റുള്ള ഫ്രൂട്ട്സ് കഴിക്കാം, അവക്കാഡോ ഒക്കെ ഡെയിലി കഴിക്കാം. നട്ട്സിലൊക്കെ ധാരാളം ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ബദാം, വാൽനട്ട്സ്, കാഷ്യൂ, പിസ്ത, ഇതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ഫാറ്റ്സ് ഉള്ളതാണ്. ഈ ഒരു കോമ്പിനേഷൻസിൽ നമ്മൾ ഡയറ്റ് പ്ലാൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി ഒരുപാട് രോഗികൾ ചോദിക്കാറുണ്ട്, വെള്ളം എത്ര അളവിൽ കുടിക്കണം? നമ്മൾ യൂഷ്വലി, ഞാൻ പേഴ്സണലി പറയാറ്, നമുക്ക്
ദാഹം തോന്നുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മുടെ ബോഡി ഒരു ഫങ്ഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെള്ളത്തിനൊരു ക്രേവിങ്സ് വരും. ആ സമയത്താണ് നമുക്ക് ഒരു തേഴ്സ്റ്റ് അല്ലെങ്കിൽ ദാഹം തോന്നുന്നത്. അപ്പം നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങളെ വർക്കിംഗ് സ്പേസ് നോക്കിയിട്ടായാലും നിങ്ങളെ വാട്ടർ ഇൻടേക്ക് ഡിപ്പെൻഡഡ് ആണ്. ഇപ്പം നിങ്ങൾ നന്നായിട്ട് പുറംപണിയൊക്കെ എടുത്ത് ഒരു കർഷകനാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വെള്ളം വേണം. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരു ബാലൻസ് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു എനർജി ലോസ് സംഭവിക്കും. പക്ഷെ നേരെ ഒരു ഓപ്പോസിറ്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ ഒരു IT സെക്ടറിലോ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും വൈറ്റ് കോളർ ജോബ്സ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വാട്ടർ ഇൻടേക്ക് ആവശ്യമായിട്ടില്ല. ഒരു AC റൂമിലൊക്കെ ജീവിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. കാരണം ബോഡി സ്വെറ്റ് ചെയ്യുന്നില്ല, ബോഡി വർക്കൗട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഓരോ വർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് അനുസരിച്ചും ഈ വെള്ളം ഡിപ്പെൻഡഡ് ആണ്. പക്ഷേ നമ്മുടെ യൂഷ്വലി പഠനങ്ങളിലൊക്കെ പറയുന്നത് എവറി 25 kg ഒരു 1 ലിറ്റർ വാട്ടർ ഇൻടേക്ക് എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. പിന്നെ നിങ്ങൾക്ക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ എഡിമാറ്റസ് ആണെങ്കിൽ കാലുകൾക്ക് നീര് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും അതിനെ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള വാട്ടർ ഇൻടേക്ക് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് അവരുടെ ഒരു ഒപ്പീനിയൻ സ്വീകരിക്കാൻ ശ്രമിക്കുക. തേർഡ് തിങ്, നിങ്ങളുടെ ഭക്ഷണത്തിൽ എപ്പോഴും വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. വൈറ്റമിൻ C എന്താണ്? ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ, എന്തെങ്കിലും കോശങ്ങൾക്ക് ഉണ്ടാവുന്ന ഡാമേജുകൾ, ഫ്രീ റാഡിക്കൽസിനൊക്കെ കുറയ്ക്കാനും, അതേപോലെ നമ്മളെ ഹോൾ ബോഡി ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വൈറ്റമിൻ C ആവശ്യമാണ്. ഏറ്റവും കൂടുതലുള്ളത് വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ളത് അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെയാണ്. ഈ ഓറഞ്ച്, മൊസംബി, ദെൻ നെല്ലിക്ക, ദെൻ നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്, ചെറുനാരങ്ങയിൽ. അതേപോലെ തന്നെ പൈനാപ്പിള്, പപ്പായ, പേരക്ക, ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു എനർജി ലോസ് സംഭവിക്കും. നമ്മുടെ ഇമ്മ്യൂണിറ്റി അതിനെതിരെ പ്രവർത്തിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ പ്രതിരോധം അതിനെതിരെ പ്രവർത്തിക്കാൻ ശ്രമിക്കും. ഈ ഇമ്മ്യൂണിറ്റിയും ലോസ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഡെയിലി നിങ്ങളൊരു വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണമെന്ന് പറയുന്നത്. ഡെയിലി ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കുക. അത് വൈറ്റമിൻ C ആയിട്ടുള്ള ആഹാരങ്ങളാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അത് ആപ്പിളോ ഓറഞ്ചോ മൊസംബിയോ ഒരു ഫ്രൂട്ട് വെച്ച് ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഫോം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റൊരു ഫോക്കസിങ് പോയിന്റ് എന്ന് പറയുന്നത്, ഭക്ഷണത്തിൽ എപ്പോഴും പച്ചക്കറികൾ, അതായത് റോ ഫോമിലുള്ള പച്ചക്കറികൾ കഴിക്കുക. ഇപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ യൂഷ്വലി പറയാറ്, നമ്മളെപ്പോഴും പച്ചക്കറികൾ ഹാഫ് ബോയിൽ ചെയ്ത് കഴിക്കുക. അത് സാലഡ് ആക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറും നിറയും. അതേപോലെ തന്നെ ഒരു ക്ഷീണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ റോ ഫോമിലുള്ള വെജിറ്റബിൾസ് കഴിക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് കഴിക്കാം, കുക്കുംബർ കഴിക്കാം, ദെൻ ടൊമാറ്റോ കഴിക്കാവുന്നതാണ്, ദെൻ നിങ്ങൾക്ക് ഒനിയൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെയിലി ഉൾപ്പെടുത്താവുന്നതാണ്. കുക്കുംബറൊക്കെ നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും വയറ് നിറയാനും ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ഫൈബർ റിച്ച് ആണ്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ E അടങ്ങിയിട്ടുണ്ട്. ബീറ്റാ കരോട്ടീൻ റിച്ച് ആണ്. കണ്ണുകളുടെ എന്തെങ്കിലും വിഷൻ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഡ്രൈനെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. സ്കിൻ ഗ്ലോ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ക്യാരറ്റ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള വെജിറ്റബിൾസ് ഇതിനോടൊപ്പം ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് റോ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഹാഫ് സ്റ്റീം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹാഫ് ബോയിൽ ചെയ്തിട്ടൊക്കെ കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനോടൊപ്പം ധാന്യങ്ങൾ ഉൾപ്പെടുത്താം. കടല, ചെറുപയർ, റാഗി, ഇതൊക്കെ മുളപ്പിച്ചിട്ട് ഡെയിലി ഭക്ഷണത്തിൽ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റായി. എപ്പോഴും ഈ ചോറ് തന്നെ കഴിക്കണം എന്നില്ല. 2 നേരം നമ്മൾ ചോറ് കഴിച്ചതുകൊണ്ടാണ് നമുക്ക് ഫാസ്റ്റിംഗ് ഷുഗറും HbA1c ഒക്കെ ഷൂട്ടായിട്ടുള്ളത്. അപ്പോൾ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് എനർജി തോന്നുന്ന അല്ലെങ്കിൽ എനർജി വരുത്തുന്ന ആഹാരങ്ങൾ കഴിക്കാം. ലൈക്ക് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സാലഡ് കഴിക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം. എന്തെങ്കിലും ഒരു പോർഷൻ കൺട്രോൾ ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ബോഡി ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ വർക്കൗട്ട് മസ്റ്റാണ്. അതിപ്പം കാർഡിയോ വർക്കൗട്ടുകളോ അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് വർക്കൗട്ടുകളൊക്കെ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫ് റൂട്ടീനായിട്ട് കൊണ്ടുപോയാൽ തന്നെ നമുക്ക് മെഡിസിൻസ് ഒന്നും തന്നെ ഇല്ലാതെ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്പാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്